ശ്രീ പി എസ് ഗോപകുമാർ, വീണ്ടും ഇപ്രാവശ്യത്തെ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അധ്യാപകർ തന്നെയാണ് പ്രതിക്കൂട്ടിൽ ആദ്യമായിട്ട് ഉള്ളതും. സർക്കാർ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ പ്രാക്ടീസാണോ അതോ ട്യൂഷൻ സെൻറ്ററുകളിലേക്കും അവർക്ക് നേരെയാണല്ലോ ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടപ്പെടുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ? അല്ലെങ്കിൽ യൂട്യൂബ് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് ഈ അധ്യാപകർക്കും ഇടയിലുള്ള മറ്റു ബന്ധങ്ങളാണോ? ഏതാണ് സംശയനിഴലിൽ കൂടുതലായി വരുന്നത്? അല്ല, ഇതില് ഏതാണ് എന്നുള്ളത് അന്വേഷണത്തോടെ കണ്ടുപിടിക്കപ്പെടേണ്ട സംഗതിയാണ്. മുഴുവൻ കേരളത്തിലെ മുഴുവൻ അധ്യാപകരും ഈ തരത്തില് ഏതെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വിവരങ്ങൾ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്കോ ചോർത്തി നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു ചെറു ന്യൂനപക്ഷമാണ്. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് നിഷ്പ്രയാസം സാധിക്കും. അപ്പൊ ചോദ്യപേപ്പർ തയ്യാറാക്കുക, പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക, അത്തരം സന്ദർഭങ്ങളിൽ അത്തരം ഉത്തരവാദിത്വം ഉള്ള മേഖലകളിലേക്ക് അധ്യാപകരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള റിക്രൂട്ടിംഗ് സമ്പ്രദായം മാറ്റണം. നിലവിലുള്ള റിക്രൂട്ടിംഗ് സമ്പ്രദായം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അക്കാഡമിക് മികവ് പരിശോധിക്കണം. അക്കാഡമിക് മികവുണ്ടായാലും അവരുടെ സർവീസ് ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം. മുൻകാലങ്ങളിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുണ്ടോ, അവരെ തരത്തില് അവരിൽ കൂടി ചോദ്യപേപ്പർ ലീക്കേജിനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് എന്തെല്ലാം സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും പരിശോധിക്കാതെ ഈ ആവർത്തിച്ചിങ്ങനെ ചോദ്യപേപ്പർ പുറത്തു വരുന്ന സമയത്ത്, അത് ലീക്കേജ് സംഭവിക്കുന്ന സമയത്ത് മുഴുവൻ അധ്യാപക സമൂഹവും ഇപ്പൊ സങ്കടത്തിലാണ്. ഞാനടക്കമുള്ള അധ്യാപക സമൂഹം സത്യസന്ധമായിട്ട് പണിയെടുക്കുന്ന അധ്യാപകർ ധാരാളമുണ്ട്. ഈ കാര്യത്തിൽ നീതിപൂർവകമായിട്ട് ചോദ്യപേപ്പർ നിർമ്മാണത്തിൽ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന അധ്യാപകർ ധാരാളമുണ്ട്. അപ്പൊ എല്ലാവരെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈ സംവിധാനം തന്നെ പൊതുമണ്ഡലത്തിൽ അപഹാസ്യമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്വം അത് അധ്യാപക സമൂഹത്തിന് മൊത്തത്തിൽ മേൽ കെട്ടിവെക്കാൻ കഴിയില്ല. ഒരു ചോദ്യം കൂടി, ഈ പഠിപ്പിക്കൽ ചാനലുകൾക്ക് നിയന്ത്രണം വേണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഈ പറയുന്ന ഇപ്പോഴത്തെ ട്രാക്കിൽ അവർ പോകാൻ പാടില്ല. അതിനകത്ത് ചില മത്സരാധിഷ്ഠിതമായ രീതികളുണ്ട്. അത് ഒരുപക്ഷെ ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ അവർ നടത്തുന്ന ട്യൂഷൻ സമ്പ്രദായത്തെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല, അതിനെ എതിർക്കാൻ ആളുമല്ല. പക്ഷേ ആശാസ്യമല്ലാത്ത രീതിയിലേക്ക് കടക്കും. അമൃതായാലും അധികമായാലും വിഷമെന്ന് പറയുന്നത് പോലെ അവരുടെ പണി ചെയ്യുക. കുട്ടികൾക്ക് ട്യൂഷൻ സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനോ ഈ പറയുന്ന ഓൺലൈൻ പഠന സമ്പ്രദായം ഒരുക്കുന്നതിനോ ഒന്നും ഞാനെതിരില്ല, ഞങ്ങൾ സംഘടനയും എതിരില്ല. പക്ഷേ പരിധി വേണം. ഈ പറയുന്നത് പോലെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന പരീക്ഷാ സമ്പ്രദായം അട്ടിമറിച്ച് ലാഭം കൊയ്യാനുള്ള പ്രവണത ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത് നുള്ളേണ്ടത് തന്നെയാണ്, തീർത്തും നുള്ളിക്കളയേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല.